ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റിയുടെ ആണ്ട് നേർച്ചയാണ്. ആണ്ട് നേർച്ചയുടെ വീഡിയോ ആണ്. തൽക്കാലം ഞങ്ങൾ വീട്ടിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നേർച്ചയുടെ ഭക്ഷണം, നല്ല ബീഫ് കറിയും നെയ്ച്ചോറും. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതൊക്കെ ചോറ് നാട്ടുകാർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും അതിഥികൾക്കും ഒക്കെ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഭക്ഷണം, ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ കുടിയിലേക്കുള്ള ചോറുകളാണ് ഇതൊക്കെ. എല്ലാ നാടിലും മൊത്തമായിട്ട് വീടുകളിലേക്ക് സാധാരണ ബക്കറ്റിലാണ് കൊടുക്കാറുള്ളത്. ബക്കറ്റ് പാത്രങ്ങളായി വീട്ടിൽ നിന്ന് വരാറാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ വർഷം കൂടിയേ ഉള്ളൂ എന്നാണ് കേൾവി. അടുത്ത വർഷം മുതൽ പാവങ്ങളെ സഹായിക്കാനും മറ്റും ആ ഫണ്ട് ഉപയോഗിക്കാനാണ് പദ്ധതി ഇട്ടിട്ടുള്ളത് എന്നാണ് കേട്ടറിവ്. ഓക്കെ, ഇതിപ്പം വർഷങ്ങളായി എൻ്റെ ചെറുപ്രായം മുതലേ എൻ്റെ അറിവിൽ തന്നെ 29 വർഷത്തെ മേലെയായി. ഓക്കെ, ഇത് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. മുമ്പൊക്കെ വലിയൊരു പാത്രത്തിൽ ഒരു 5-8 പേര് 10 പേരൊക്കെ ഇരുന്ന് ഒന്നിച്ച് കഴിക്കാറാണ്. ഇപ്പോൾ ആ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ തനിത്തനി ഓരോരുത്തർക്കും തനിത്തനി വിളമ്പിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ ഇന്ന് നടന്ന കാഴ്ച. നല്ല ക്യൂ ആണ്. ഒരുപാട് 2000-ലും മേലെ എത്രയോ വീടുകളും പിന്നെ അന്യ സംസ്ഥാനക്കാരും ഒക്കെ ഉള്ളതാണ്. അതുപോലെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ. ഇത് മത്സ്യത്തൊഴിലാളികളുടെ അവരെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. മത്സ്യത്തൊഴിലാളികൾ ഇവിടെ വിൽപ്പന നടത്തുന്നതും അവർ സംഭാവന ചെയ്യുന്നതായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അവർ ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് ഭക്ഷണം വാങ്ങാറും ഇവിടെ നിന്ന് കഴിക്കാറും ഒക്കെ ഉള്ളതാണ്. അതിൽ അതിഥി തൊഴിലാളികളും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ സൗഹാർദ്ദപരമായ ഒരു കാഴ്ച. ഏറ്റവും കൂടുതൽ അവർക്കാണ് ഇവിടെ മുൻഗണനയും. പുറത്തുനിന്ന് വന്ന അതിഥികൾക്കും മറ്റും വർഷങ്ങളായി പണ്ട് മുതലേ ഉള്ളൊരു ആചാരമാണ് അത്. അവർ കടലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒക്കെ ഈ ഫണ്ട് ഉപയോഗിച്ച് അവരെ സഹായിക്കാറുണ്ട്. ഇതൊക്കെയാണ്. മത്സ്യം ഇവിടെ ലഭ്യത കുറയുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് ചടങ്ങ് മുടക്കാറില്ല. പൊതുവെ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ചക്കകമാണ് ഇത് പൊതുവെ ഉണ്ടാകാറുള്ളത്. ബലിപെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ചക്കകം. ഓക്കെ, താങ്ക് യു.